നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്നാലും ഇതെന്ത് ക്രൂരതയാ? അവനാണോ മോളെ ഇത് ചെയ്തത്? ദേ, നീ എന്നോട് സത്യം പറയണം. അവൻ ഇങ്ങനെയൊക്കെ നിന്നോട് പെരുമാറാൻ പറ്റുമോ? അച്ഛൻ ഇത് എത്ര സീരിയസ് ആയി തോന്നുന്നത് എന്റെ മുഖത്ത് തെളിവുകൾ ഉള്ളതുകൊണ്ടല്ലേ? എത്രയോ തവണ അച്ഛന്റെ മകൻ എന്നെ കഴുത്തിന് പിടിച്ച് അവസാന ശ്വാസത്തിന് മുമ്പ് വിട്ടിട്ടുണ്ട്. മരണത്തെ മുന്നിൽ കണ്ട ആ നിമിഷങ്ങളെക്കാൾ വലുതൊന്നും അല്ല അച്ഛാ എനിക്കിത്. മോളെ, എന്നാലും എന്തിനാ മോളെ അവനത്ര മനസാക്ഷിയില്ലാതെ നിന്നോട് ഇങ്ങനെ കാണിച്ചത്? നീ തിരിച്ചു വന്നോടെ എല്ലാം നേരെയാവുന്ന കരുതിയില്ലേ ഞാൻ ലതികയുടെ അടുത്തേക്ക് പോയത്. അവളോട് നീ തിരിച്ചു വന്ന കാര്യം ഞാൻ പറയുകയും ചെയ്തു. അത് കേട്ടപ്പോ എന്ത് സന്തോഷമായിരുന്നു അറിയോ അവൾക്ക്. അമ്മ സന്തോഷിക്കട്ടെ അച്ഛ, ഇതൊന്നും അമ്മ അറിയണ്ട. എന്റെ ഈ മുഖത്തെ പാടുകളൊക്കെ അമ്മ തിരിച്ചു വരുമ്പോഴേക്കും മാഞ്ഞു പോവും. പക്ഷേ എന്റെ മകൻ ചെയ്ത ഈ ക്രൂരത എന്റെ മനസ്സിൽ നിന്ന് മായില്ല. അവനെവിടെ? എന്തിനാണ് നിന്നോട് ഇത് ചെയ്തതെന്ന് ഞാൻ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. വിനയ, എടാ വിനയ, വിനയ. വേണ്ടച്ച, ഞാൻ പറയാം. തെറ്റെന്റെ ഭാഗത്താ. മോളെ, ഓഫീസിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന നീതു ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടത്തിലായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് അവര് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചപ്പോ അതിന് സാക്ഷിയായി ഒപ്പിടാൻ എനിക്ക് പോവേണ്ടി വന്നു. ഓഫീസിൽ നിന്ന് പെട്ടെന്ന് പെർമിഷൻ വാങ്ങിയ പോയത്. ജംഗ്ഷനിൽ എന്നെയും കാത്ത് നീതു അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന വിനീതും നിൽക്കുന്നുണ്ടായിരുന്നു. നീതു കാറിനകത്തായിരുന്നു. എന്റെ ഭാഗ്യദോഷത്തിന് വിനീതിന്റെ കൂടെ കാറി കയറി പോകുന്നത് വിനയേട്ടൻ കണ്ടു. അല്ല, അവനോട് നിനക്ക് സത്യം നടന്ന് പറയാറുന്നില്ലേ മോളെ? അതിന് സ്വന്തം ഭാര്യ കേൾക്കാനുള്ള മനസ്സ് എന്റെ ഭർത്താവിനും അയാളുടെ കൈക്കും കയ്യിലെ സ്റ്റിക്കിനും ഇല്ലല്ലോ അച്ഛാ. ശ്രദ്ധിക്കേണ്ടത് ഞാനായിരുന്നു. 100% സംശയരോഗിയായ ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോ അയാളുടെ അറിവും സമ്മതവും കൂടാതെ ഞാനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഏയ്, അതിന് നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മോളെ. തെറ്റിയത്ത് നിന്നെ ശിക്ഷിക്കാൻ അവനെന്താ അധികാരം? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നീ പോലീസ് പരാതി കൊടുക്കണം. അവന് ചെറിയ താക്കീതെങ്കിലും കൊടുത്താലേ നാളെ വീണ്ടും ഇത് നിന്നോട് ചെയ്തായിരിക്കൂ. താക്കീതിൽ ഒതുക്കണ്ട. മരുമകളെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് എന്നെ ജയിലിലാക്ക. അപ്പൊ തന്നക്ക് സന്തോഷാവല്ലോ. വേണ്ട, ഞാനൊന്നും നന്നാവാന്ന് വെച്ചപ്പോ അതിനും സമ്മതിക്കാത്തവരാ നിങ്ങള്. അങ്ങനെയുള്ളവർക്ക് എന്നെ ചോദ്യം ചെയ്യാനോ അവകാശമില്ല. മോളെ ചിരു, ഇവനോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ വാ, നീ എന്റെ കൂടെ വാ. നമുക്ക് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. ഞാനുണ്ട് നിന്റെ കൂടെ. ഇവനെ പേടിക്കാതെ നമുക്ക് പോവാം. ഇവനെന്താ ചെയ്യാൻ നമുക്ക് നോക്കാലോ. നീ വാ മോളെ. അവളുടെ കൈ നോട്. എന്റെ ഭാര്യയുടെ ദേഹത്ത് കൈയെടുക്കാൻ മാട്ടേക്കോട്ട്. ഇവളെ ഒരാളെ നോക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ലാന്നറിയാലോ. ഇവള് എന്റെ പെണ്ണ. ഇവളുടെ സ്വന്തം വീട്ടുകാർ ഇവളെ തൊട്ടാലും എനിക്കത് വാ വെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ അമ്മായിയച്ഛന്റെ സ്ഥാനത്തിന് നിന്നാ മതി. മനസ്സിലായ? ഓളാ മനുഷ്യൻ. അച്ഛാ, വിനേട്ട പറഞ്ഞ മനസ്സിലാവില്ലടോ എനിക്ക്. ഇവൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നേ? ഇവന് ശരിക്കും ഭ്രാന്തായോ? ഞാൻ പറഞ്ഞില്ല അച്ഛ, 100% സംശയരോഗി അച്ഛന്റെ മകനിപ്പോ. സൂക്ഷിച്ച് പെരുമാറിയില്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലും. ശേ
എന്താ മഞ്ചാടി, എന്തോ വലിയ ആലോചനയാണല്ലോ. ഏയ് ഒന്നുമില്ല. അതല്ല, തനിക്കെന്തോ വിഷമമുണ്ട്. എന്താ കാര്യം പറ. സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ സഹായിക്കാലോ. ഒന്നുമില്ല. അപ്പൊ മഞ്ചാടിക്ക് ഞാനൊരു ഫ്രണ്ട് പോലും അല്ല, അതല്ല ഇങ്ങനെ മടിക്കുന്നേ. അങ്ങനെയൊന്നുമില്ല. വീട്ടില് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. എന്താ കാര്യം അത് പറ. അത് രഘുവേട്ടന്റെ ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. രഘുവേട്ടനും ചേച്ചിയും ആകെ തകർന്ന മട്ടില്ല. ആകെ സങ്കടത്തിലാ വീട്ടിലെല്ലാരും. ഭക്ഷണം പോലും കഴിക്കുന്നില്ല. എന്നിട്ട് താൻ എന്തിനാണോ എന്നോട് മറച്ചു വെച്ചത്? തന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എന്നെ ഒന്ന് കണ്ടുകൂടെ? അതൊക്കെ പോട്ടെ, മഞ്ചാടി ഫുഡ് കഴിച്ചു? എനിക്ക് വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. താനേ തന്റെ ലഞ്ച് ബോക്സും കരുതി. ഞാനിന്ന് ലഞ്ചൊന്നും കൊണ്ടുവന്നില്ല. വീട്ടിലെ സാഹചര്യത്തില് ഭക്ഷണം ഒന്നും എടുത്തോണ്ട് വരാൻ തോന്നിയില്ല. എന്താ മഞ്ചാടി ഇത്? ഇങ്ങനെ പട്ടിണി ഇരുന്നാ താനങ്ങനെ ക്ലാസ് ശ്രദ്ധിക്കും? അച്ഛന്റെ ആഗ്രഹത്തിനൊപ്പം പഠിച്ച് ജോലി നേടാനല്ലേ മഞ്ചാടിയുടെ സ്വപ്നം. അതല്ല ജീവൻ. മഞ്ചാടി ഒന്നും പറയണ്ട, വാ നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. എനിക്കൊന്നും വേണ്ട. തീരെ വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എഴുന്നേറ്റ് വാ, വന്നേ പറ്റൂ. ജീവൻ പ്ലീസ്, എനിക്ക് വേണ്ടാനിട്ടാ. പറ്റില്ല മഞ്ചാടി. താൻ എന്റെ കൂടെ വന്ന് ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും മഞ്ചാടിയുടെ മിണ്ടില്ല. ശരി, ഞാൻ വരാം. അങ്ങനെ വഴിക്ക് വാ. വാ. അവളുടെ പോക്ക് കണ്ടോ? അവൾ ഒരുത്തി കാരണാ ഗോകുലേട്ടൻ കൈവിട്ടു പോയത്. അതെ, പുള്ളിക്ക് അവളോട് ആത്മാർത്ഥ പ്രണയമായിരുന്നില്ലേ? അതെ, അതിന്റെ കണ്ടില്ലേ? സ്വന്തം വീടും വീട്ടുകാരും വിട്ടിട്ട് എവിടെയാണെന്ന് പോലും അറിയില്ല. അവളാണെങ്കിൽ ജീവന്റെ കൂടെ അടിച്ച് പൊളിച്ച് നടക്കല്ലേ. എന്താ കഴിക്കാൻ വേണ്ടി? 2 ചിക്കൻ ബിരിയാണി. കുടിക്കാൻ എന്തെങ്കിലും? ഫ്രഷ് ജ്യൂസോ മറ്റോ? 2 ഫ്രഷ് ലൈം. 2 ഫ്രഷ് ലൈം. വേറൊന്നും വേണ്ടല്ലോ? ഒന്നും വേണ്ട. ഓക്കെ. ഡോ, താനിത് ഏത് ലോകത്താ? താനിവിടെ ഇല്ലായിരുന്നോണ്ടേ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞേ? ചിക്കൻ ബിരിയാണി. തനിക്ക് ഇഷ്ടമാണല്ലോ അല്ലേ? സോറി ജീവൻ, എനിക്കിപ്പോ അതൊന്നും കഴിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എടോ, ആ മൂഡ് മാറാനല്ലേ നമ്മളിങ്ങോട്ട് വന്നത്. അതുകൊണ്ടല്ല, എന്റെ അച്ഛനുൾപ്പെടെ എല്ലാരും പട്ടിണി ഇരിക്കുമ്പോ എന്നെ കൊണ്ട് കഴിക്കാനൊന്നും പറ്റില്ല. ശരി, തനിക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. അയ്യോ, അതെന്താ ജീവൻ കഴിക്കാതിരിക്കുന്നെ? മഞ്ചാടിയുടെ വീട്ടുകാർ പട്ടിണി ഇരിക്കുമ്പോ തനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് താൻ പട്ടിണി ഇരിക്കുമ്പോ എനിക്കും പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്കൊരു ജ്യൂസ് കഴിക്കാം. അതിന് കുഴപ്പമില്ലല്ലോ. ഇല്ല. അപ്പൊ താനോട്ടിരിക്കാം, ഞാനിപ്പോ വരാം.